പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമയോടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ. പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങൾക്ക് വഴികാട്ടണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. അമ്മേ മാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കൊടുത്ത് ആ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, സങ്കടത്തോടെയും വേദനയോടെയും ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങളെയും വേദനകളെയും എടുത്തു മാറ്റി സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, വിവാഹം നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടച്ചുറപ്പുള്ള നല്ലൊരു ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഷുഗറിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന എല്ലാ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10 വയസ്സുള്ളൊരു കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, പൂർണ്ണമായ വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ സ്വീകരിക്കണമേ. ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചിന്തയിലും പ്രവൃത്തികളിലുമെല്ലാം ദൈവസ്നേഹം നിലനിർത്തി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഒരിക്കലും പാപത്തിൻ്റെ കെട്ടുകളിലേക്ക് അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. ഈ ലോകമോഹ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. എൻ്റെ കർത്താവേ, നിന്റെ തീരുമാനത്തിനനുസരിച്ച് എൻ്റെ പദ്ധതികൾ വിഭാവനം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരുടെ മുമ്പിൽ വന്നു നിന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപയും അനുഗ്രഹവും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടുകൂടി ഉടമ്പടി പൂർത്തീകരിപ്പാൻ ആ മക്കളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അമ്മേ, ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ആകുലതകളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഇനി ഒരിക്കലും നടക്കില്ലെന്ന് ഞങ്ങൾ കരുതുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുത്ത് അത്ഭുതകരമായി നടത്തി തരണമേ. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ ദൈവസാക്ഷികളായി ജീവിപ്പാൻ, അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാൻ, അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതത്തിന് തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധിയും അനുഗ്രഹവും എപ്പോഴും നൽകണമേ. അമ്മേ മാതാവേ, ജീവിത പങ്കാളിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യാത്ര മധ്യത്തിലും പോക്കിലും വരവിലും ജോലി മേഖലകളിലുമെല്ലാം തുണയായി കാവലായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അതിന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. ദൈവസ്നേഹത്തോട് ചേർന്ന് ജീവിക്കുന്ന മക്കളായിരിക്കാൻ അവരെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ കുഞ്ഞുങ്ങളുടെയും ഭാവി ജീവിതത്തെ ഭദ്രമാക്കണമേ. അമ്മേ മാതാവേ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
എല്ലാ മക്കളുടെ ജീവിത ആവശ്യങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണ തോന്നി സ്നേഹം തോന്നി ഞങ്ങളോട് എപ്പോഴും അലിവായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.